ഹായ് ഓൾ, ഇന്ന് 6ാം ക്ലാസ്സിലെ മോഷൻ ഇൻ ഡെയിലി ലൈഫ് എന്ന ചാപ്റ്റർ ഏറ്റവും എളുപ്പത്തിലാക്കിയിട്ട് എക്സാമിന് പഠിച്ചു പോകാൻ വേണ്ടിയിട്ട് പോയിൻ്റ് ആക്കിയിട്ട് പറയുകയാണ്. അപ്പോൾ നമുക്ക് എക്സാമിൻ്റെ തലേ ദിവസം ഇരുന്നിട്ട് മൊത്തത്തിൽ അങ്ങോട്ട് ഒരു ഫുൾ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് പഠിക്കൽ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഇങ്ങനെ പോയിൻ്റ് വൈസായിട്ട് പറഞ്ഞു തരുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മോഷൻ എന്താണെന്ന് നോക്കാം. മോഷൻ ഈസ് ചേഞ്ച് ഇൻ പൊസിഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് വിത്ത് റെസ്പെക്ട് ടു എ റെഫറൻസ് ബോഡി. മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഒബ്ജക്റ്റ് ചേഞ്ച് ചെയ്യും. എന്തിനനുസരിച്ചിട്ട്? ഒരു റെഫറൻസ് ബോഡിക്ക് അനുസരിച്ചിട്ടുള്ള ഒരു ഒബ്ജക്റ്റിൻ്റെ ചേഞ്ചിനെ, പൊസിഷനിലുള്ള ചേഞ്ചിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മോഷൻ എന്ന് പറയുന്നത്. അടുത്തത്, ഇഫ് ദി പൊസിഷൻ ചേഞ്ചസ് ഒബ്ജക്റ്റ് ഈസ് ഇൻ മോഷൻ. പൊസിഷൻ ചേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒബ്ജക്റ്റ് എന്താണ്? മോഷനിലാണ്. ഈ പൊസിഷൻ ഡസ് നോട്ട് ചേഞ്ച്, ഇനി പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നില്ലെങ്കിൽ ഒബ്ജക്റ്റ് ഈസ് അറ്റ് റെസ്റ്റ്. ആ ഒബ്ജക്റ്റ് എന്താണ്? റെസ്റ്റിലാണ്. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് മോഷനിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യും, റെസ്റ്റിലാണെന്നുണ്ടെങ്കിൽ പൊസിഷൻ ചേഞ്ച് ചെയ്യില്ല. ഇനി അടുത്തത് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്. സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഈസ് കണ്ടീഷൻ ഇൻ വിച്ച് പൊസിഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് ഡസ് നോട്ട് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു എ റെഫറൻസ് ബോഡി. ഇപ്പോൾ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു റെഫറൻസ് ബോഡീനെ നമ്മളെടുത്ത് നോക്കുന്ന സമയത്ത്, ആ റെഫറൻസ് ബോഡി ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നില്ല എങ്കിൽ, ഡസ് നോട്ട് ചേഞ്ച് ചെയ്യുന്നില്ല എങ്കിൽ ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിളാണ് ഹൗസ് റിലേറ്റീവ് ടു എർത്ത്. ഇപ്പോൾ എർത്ത് റെഫറൻസ് ബോഡി ആക്കി എടുക്കുന്ന സമയത്ത് നമ്മൾ ഹൗസിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൗസ് എന്താണ്? റെസ്റ്റിലാണ്. പാസഞ്ചർ സിറ്റിംഗ് ഇൻ ട്രെയിൻ റിലേറ്റീവ് ടു കോ പാസഞ്ചർ. അപ്പം നമ്മൾ ഒരു ട്രെയിൻ എടുക്കുകയാണ്. അപ്പോൾ ട്രെയിനിൽ 2 പാസഞ്ചേഴ്സ് ഒരേ സീറ്റിൽ ഇരുന്നിട്ട് ട്രാവൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പാസഞ്ചറെ അയാൾ അടുത്തുള്ള പാസഞ്ചറെ വെച്ച് നോക്കുന്ന സമയത്ത് അയാൾ എന്താണ്? റെസ്റ്റിലാണ്. പക്ഷേ അടുത്തതാണ് എന്താണ്? റെഫറൻസ് ബോഡി എന്നാണ് പറയുന്നത്. മോഷൻ ഈസ് ആൾവേസ് എക്സ്പ്ലെയിൻ ഇൻ റിലേഷൻ ടു അനദർ ഒബ്ജക്റ്റ്. ദി ഒബ്ജക്റ്റ് യൂസ്ഡ് ഫോർ കമ്പാരിസൺ ഈസ് കോൾഡ് എ റെഫറൻസ് ബോഡി. അപ്പോൾ റെഫറൻസ് ബോഡി എന്ന് പറഞ്ഞാൽ എന്താണ്? മോഷൻ നമുക്ക് എപ്പോഴും എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ? വേറൊരു ഒബ്ജക്റ്റിനെ വെച്ച് കമ്പയർ ചെയ്തിട്ട് മാത്രമേ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു സാധനം മൂവ് ചെയ്യുന്നുണ്ടോ ഇല്ലയെന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുക? വേറൊരു ഒബ്ജക്റ്റിനെ വെച്ചിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്താണ്. ഇപ്പോൾ നമ്മളിങ്ങനെ കമ്പയർ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന, ആ കമ്പാരിസണിന് എടുക്കുന്ന ആ ഒരു ഒബ്ജക്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റെഫറൻസ് ബോഡി എന്ന് പറയുന്നത്. എക്സാമ്പിളാണ് GNBയിൽ. ഇപ്പോൾ GNBയിൽ നമ്മൾ പറഞ്ഞു 2 children സിറ്റിംഗ് ടുഗദർ. 2 കുട്ടികൾ ഒരുമിച്ചിരിക്കുകയാണ്. നോ ചേഞ്ച് ഇൻ പൊസിഷൻ റിലേറ്റീവ് ടു ഈച്ച് അതർ. ആ ഇരിക്കുന്ന കുട്ടികളെ വെച്ച് നോക്കുന്ന സമയത്ത് അവരുടെ പൊസിഷനിൽ ചേഞ്ച് ഇല്ല. അവരെന്താണ്? അറ്റ് റെസ്റ്റ്, അവർ റെസ്റ്റിലാണ്. സെയിം ചിൽഡ്രൻ റിലേറ്റീവ് ടു ഗ്രൗണ്ട്. ഇനി അവർ നമ്മൾ ആ ഗ്രൗണ്ടിനെയും അതുപോലെ തന്നെ ആ കുട്ടികളെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇൻ മോഷൻ എന്താണ്? ആ കുട്ടികൾ മോഷനിലാണ്. അപ്പോൾ മോഷൻ ഈസ് റിലേറ്റീവ് നോട്ട് അബ്സല്യൂട്ട്. അപ്പോൾ മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഒബ്ജക്റ്റിനെ വെച്ചിട്ട് റിലേറ്റ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് മോഷൻ ഉണ്ടോ ഇല്ലയെന്ന് പറയാൻ പറ്റുള്ളൂ. ഇനി അടുത്തത് മോഷൻ എറൗണ്ട് അസ്. നമുക്ക് ചുറ്റുമുള്ള മോഷൻ. മൂവിങ് ഒബ്ജക്ട്സ് ആണ്. ഫിഷ് സ്വിമ്മിങ്, കാർ മൂവിങ്, ഫ്ലൈയിങ് ബേർഡ്, റോളിങ് ബോൾ. ഇതൊക്കെ എന്താണ്? മൂവിങ് ഒബ്ജക്ട്സ് ആണ്. ഒബ്ജക്ട്സ് അറ്റ് റെസ്റ്റ് ആണ് ഹൗസ്, റോക്ക്, ട്രീ. ഇതൊക്കെ. ഈവൻ ഒബ്ജക്റ്റ് അറ്റ് റെസ്റ്റ് ഓൺ എർത്ത് ആർ മൂവിങ് അലോങ് വിത്ത് എർത്ത് അറൗണ്ട് ദി സൺ. അപ്പം എർത്തിൽ നമ്മൾ റെസ്റ്റിലാണ് എന്ന് പറയുന്ന സബ്ജക്റ്റും എന്ത് ചെയ്യുന്നുണ്ട്? മൂവ് ചെയ്യുന്നുണ്ട്. സൂര്യന് ചുറ്റും മൂവ് ചെയ്യുന്നുണ്ട്. ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ എർത്തിലുള്ള ഒബ്ജക്റ്റ് എന്തിനു ചുറ്റും കറങ്ങുന്നുണ്ട്? സണ്ണിന് ചുറ്റും കറങ്ങുന്നുണ്ട് എന്നാണ് പറയുന്നത്. അടുത്തതാണ് ഇൻറ്റേർണൽ മൂവ്മെൻറ്റ് ഇൻ അവർ ബോഡി. നമ്മളുടെ ബോഡിയിലുള്ള ഇൻറ്റേർണൽ മൂവ്മെൻറ്റ്സ് ആണ് പറയുന്നത്. ഏതൊക്കെയാണ്? ഓർഗൻസ് നമ്മുടെ ബോഡീൻ്റെ ഉള്ളിലുള്ള ഹാർട്ട്, ലങ്സ്, സ്റ്റൊമക്ക്, ബ്ലഡ് വെസലൊക്കെ, ഇതിനൊക്കെ എന്തുണ്ട്? മൂവ്മെൻറ്റ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഹാർട്ട് ആണെങ്കിലും ബീറ്റ് ചെയ്യും, ഹാർട്ട് ബീറ്റ്. ലങ്സ് ആണെന്നുണ്ടെങ്കിൽ ബ്രീത്തിങ് ആണ്. സ്റ്റൊമക്കിൽ ഡൈജഷൻ നടക്കുന്നുണ്ട്. ബ്ലഡ് വെസലിൽ ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്നുണ്ട്. ഇനി അടുത്തത് ടൈപ്സ് ഓഫ് മോഷൻ. ഏതൊക്കെ ടൈപ്പ് മോഷൻ ആണെന്നാണ് ഇനി പറയാൻ പോകുന്നത്. ഏതൊക്കെയാണ്? ലീനിയർ മോഷൻ ഉണ്ട്, റൊട്ടേഷണൽ മോഷൻ ഉണ്ട്, ഓസിലേറ്ററി മോഷനൊക്കെ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ലീനിയർ മോഷൻ നോക്കാം. ലീനിയർ മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മോഷൻ അലോങ് എ സ്ട്രൈറ്റ് ലൈൻ. ഒരു സ്ട്രൈറ്റ് ലൈനിലുള്ള മോഷനെയാണ് ലീനിയർ മോഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിളാണ് ട്രെയിൻ ഓൺ സ്ട്രൈറ്റ് ട്രാക്ക്. ഒരു ട്രെയിൻ എന്ത് ചെയ്യുക? ഒരു നേരെയുള്ള ട്രാക്കിലൂടെ മൂവ് ചെയ്യുന്നത് ലീനിയർ മോഷനാണ്. ബലൂൺ മൂവിങ് അലോങ് ത്രെഡ്. ഒരു ബലൂണ് ത്രെഡിൽ കെട്ടിയിട്ട് ആ ബലൂണ് നേരെ മൂവ് ചെയ്യുന്നത് ലീനിയർ മോഷനാണ്. കാർ ഓൺ സ്ട്രൈറ്റ് റോഡ്. ഒരു
സ്ട്രൈറ്റ് ആയിട്ടുള്ള റോഡിലൂടെ കാറ് മൂവ് ചെയ്യുന്നത് ലീനിയർ മോഷനാണ്. സ്ലൈഡർ ഇൻ പാർക്കിലുള്ള സ്ലൈഡറിൽ ഉണ്ടാകുന്ന മോഷൻ എന്താണ്? ലീനിയർ മോഷനാണ്. അടുത്ത മോഷനാണ് റൊട്ടേഷണൽ മോഷൻ. റൊട്ടേഷണൽ മോഷൻ എന്ന് പറഞ്ഞാൽ മോഷൻ എബൌട്ട് ഇറ്റ്സ് ഓൺ ആക്സിസ്, അതിൻ്റെ സ്വന്തം ആക്സിസിൽ മൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ റൊട്ടേഷണൽ മോഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിളാണ് സ്പിന്നിങ് ടോപ്പ്, അതുപോലെ തന്നെ എർത്ത് റൊട്ടേഷൻ. എർത്ത് നമ്മുടെ ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ മൂവ് ചെയ്യല്ലേ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റൊട്ടേഷണൽ മോഷൻ എന്ന് പറയുന്നത്. അടുത്തത് റൊട്ടേറ്റിംഗ് ഡിസ്ക് ഇൻ പാർക്ക്. അടുത്തതാണ് ബൈസിക്കിൾ വീല്. ബൈസിക്കിൾ വീല് ഒരു പോയിന്റിലല്ലേ അത് മൂവ് ചെയ്യുന്നത്, പോയിന്റിൽ ഫിക്സ് ചെയ്തിട്ടാണ് മൂവ് ചെയ്യുന്നത്. അങ്ങനത്തെ മൂവ്മെൻറ്റിനെയാണ് റൊട്ടേഷണൽ മോഷൻ എന്ന് പറയുന്നത്. അടുത്തതാണ് സർക്കുലാർ മോഷൻ. സർക്കുലാർ മോഷൻ എന്ന് പറഞ്ഞാൽ മോഷൻ അലോങ് എ സർക്കുലാർ പാത്ത്. ഒരു സർക്കുലാർ പാത്തിലുള്ള മോഷനെയാണ് സർക്കുലാർ മോഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിളാണ് GN വീല്, സെക്കൻഡ് ഹാൻഡ് ഓഫ് ക്ലോക്ക്, സ്റ്റോൺ ടൈഡ് ഓൺ സ്ട്രിങ് ആൻഡ് റൊട്ടേറ്റഡ്. ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? സർക്കുലാർ മോഷന് എക്സാമ്പിളാണ്. അടുത്തത് ഓസിലേഷൻ. ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ ടു ആൻഡ് ഫ്രോം മോഷൻ എബൌട്ട് ഇക്വിലിബ്രിയം പൊസിഷൻ. ഒരു ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്നിട്ട് മുന്നോട്ടേക്കും ബാക്കോട്ടേക്കും മൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഓസിലേഷൻ എന്ന് പറയുന്നത്. ദി സെൻട്രൽ പൊസിഷൻ വേർ ഒബ്ജക്റ്റ് റിമെയിൻ സ്റ്റേഷനറി. സെൻട്രൽ ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സെൻട്രൽ പൊസിഷനാണ്, അവിടെ ഒബ്ജക്റ്റ് സ്റ്റേഷനറി, അനങ്ങാതെ നിൽക്കും. എക്സാമ്പിളാണ് സ്വിങ്, സീസോ, പെൻഡുലം, ഇതൊക്കെ അതിന് എക്സാമ്പിളാണ്. അടുത്തത് വൈബ്രേഷൻ. വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ ക്യുക്ക് ഓസിലേറ്ററി മോഷനെയാണ് നമ്മൾ വൈബ്രേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിളാണ് ട്യൂണിങ് ഫോർക്ക്, റബ്ബർ ബാൻഡ് വെൻ പ്ലക്ക്ഡ്. അടുത്തത് സ്റ്റീൽ സ്കെയിൽ, പ്രസ്ഡ് ആൻഡ് റിലീസ്ഡ്. ഇതൊക്കെ എന്താണ്? വൈബ്രേഷനാണ്. അപ്പോൾ ക്യുക്കായിട്ട് ഓക്സിലേഷൻ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ വൈബ്രേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് സൗണ്ട് ആൻഡ് വൈബ്രേഷൻ. ഇപ്പോൾ വീണയിൽ വൈബ്രേറ്റിംഗ് പാർട്ട് ഏതാണ്? സ്ട്രിങ് ആണ്. വയലിൻ ആണെങ്കിൽ സ്ട്രിങ് ആണ്. ചെണ്ടയിലാണെന്നുണ്ടെങ്കിൽ വൈബ്രേറ്റിംഗ് പാർട്ട് ഡയഫ്രാണ്. ഫ്ലൂട്ടിൽ എയർ ആണ്. ഹാർമോണിയത്തിലും എയർ ആണ്. ഇനി ട്യൂണിംഗ് ഫോർക്കിലാണെങ്കിൽ പ്രോങ്സ് ആണ്. ഹ്യൂമൻ ബോഡിയിലാണെങ്കിൽ വോക്കൽ കോഡാണ്. അപ്പോൾ മോർ വൈബ്രേഷൻ ഉണ്ടാകുന്ന സമയത്ത് ലൗഡർ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഇനി നമുക്ക് നമ്മളുടെ ചാപ്റ്ററിൽ കുറച്ച് എക്സ്പെരിമെൻറ്റ്സ് തന്നിട്ടുണ്ട്. എക്സ്പെരിമെൻറ്റ് നമ്പർ 1 ആണ് ഇത്, ബലൂൺ ക്യാരിയേജ്. ബലൂണ് ഒരു നൂലിൽ കെട്ടിയിട്ട് അത് മുന്നോട്ടേക്ക് തള്ളുന്ന സമയത്ത് മൂവ് അലോങ് ത്രെഡ്, ആ ത്രെഡിലൂടെ നമ്മൾ മൂവ് ചെയ്യിപ്പിക്കുക. അങ്ങനെ മൂവ് ചെയ്യിപ്പിക്കുമ്പോൾ അവിടെ ഉണ്ടാവുന്ന മോഷനാണ് ലീനിയർ മോഷൻ. എക്സ്പെരിമെൻറ്റ് 2 ആണ് ഐസ്ക്രീം ബോൾ വിത്ത് പെൻസിൽ. ഐസ്ക്രീം ബോൾ പെൻസിലിൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന മോഷനാണ് എന്ത്? റൊട്ടേഷണൽ മോഷൻ. എങ്ങനെയാണ് റൊട്ടേഷൻ വരുന്നത്? റൊട്ടേറ്റ് എബൌട്ട് ഇറ്റ്സ് ആക്സസ്. അടുത്തത് എക്സ്പെരിമെൻറ്റ് 3 ആണ് സ്കെയിൽ ഡ്രോയിങ് സർക്കിൾ. ഒരു പെൻസിൽ ഫോം സർക്കുലാർ പാത്ത്. നമ്മളൊരു സ്കെയിൽ വെച്ചിട്ട് സർക്കിൾ വരയ്ക്കുന്ന സമയത്ത് അവിടെ എന്ത് മൂവ്മെൻ്റ് ആണുള്ളത്? സർക്കുലാർ പാത്തിലാണ് അത് മൂവ് ചെയ്യുന്നത്. അങ്ങനത്തെ മൂവ്മെൻ്റ് ആണ് എന്ത്? സർക്കുലാർ മോഷൻ. അടുത്തതാണ് സ്റ്റോൺ വിത്ത് ട്വിന്ന്. ഒരു നൂലിൽ എന്ത് കെട്ടുക? കല്ല് കെട്ടിക്കഴിഞ്ഞാൽ അത് മുന്നോട്ടേക്കും ബാക്കോട്ടേക്കും മൂവ് ചെയ്യും. അതിനെയാണ് ഓസിലേഷൻ എന്ന് പറയുന്നത്. ഫാസ്റ്റ് ഓസിലേഷന് എന്തുണ്ടാക്കും? വൈബ്രേഷൻ ഉണ്ടാക്കും, അതുപോലെ തന്നെ സൗണ്ട് ഉണ്ടാക്കും. അടുത്തത് ഫോഴ്സ് ആൻഡ് മോഷൻ ആണ്. ഫോഴ്സ് ആൻഡ് മോഷനിൽ എന്താണ് പറയുന്നത്? ഫോഴ്സ് ഈസ് റിക്വയർഡ് ടു മൂവ് ഒബ്ജക്റ്റ് അറ്റ് റെസ്റ്റ്. അപ്പോൾ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബലം. എന്തിനൊക്കെ വേണം ബലം? എവിടേക്ക് ആവശ്യമാണ് എന്നാണ് ഇനി പറയുന്നത്. മൂവ് ഒബ്ജക്റ്റ് അറ്റ് റെസ്റ്റ്. ഒരു റെസ്റ്റിലുള്ള ഒബ്ജക്റ്റ് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഫോഴ്സ് അപ്ലൈ ചെയ്യണം. സ്റ്റോപ്പ് മൂവിങ് ഒബ്ജക്റ്റ്. ഇനി മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിനെ സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യണം. ചേഞ്ച് സ്പീഡ്. നല്ല സ്പീഡിൽ പോകുന്ന ഒരു ഒബ്ജക്റ്റിനെ സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? അല്ലെങ്കിൽ സ്ലോ ആക്കണം എന്നുണ്ടെങ്കിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യണം. ചേഞ്ച് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിലും എന്ത് അപ്ലൈ ചെയ്യണം? ഫോഴ്സ് അപ്ലൈ ചെയ്യണം. എക്സാമ്പിളാണ് ഫുട്ബോൾ കിക്ക് ചെയ്യുന്ന സമയത്ത് അത് മൂവ് ചെയ്യും. സ്ട്രോങ് ആയിട്ട് കിക്ക് ചെയ്യുന്ന സമയത്ത് മോർ സ്പീഡിൽ മൂവ് ചെയ്യും. സൈഡിലേക്ക് കിക്ക് ചെയ്യുന്ന സമയത്ത് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യും. ആ ബോൾ നമ്മൾ ക്യാച്ച് ചെയ്യുന്ന സമയത്ത് എന്താവും? ബോൾ സ്റ്റോപ്പ് ആവും. ഇനി അടുത്തത് ഫോഴ്സ് ട്രാൻസ്ഫർ ഇൻ ബൈസിക്കിൾ. ബൈസിക്കിളിലുള്ള ഫോഴ്സ് ട്രാൻസ്ഫറിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. വെൻ ഫോഴ്സ് അപ്ലൈഡ് ടു പെഡലിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന മോഷനാണ് ഇത്? സർക്കുലാർ മോഷൻ. ബിഗ് ഗിയറിൽ എന്തുണ്ടാവും? റൊട്ടേഷണൽ മോഷൻ. സ്മോൾ ഗിയറിലും റൊട്ടേഷണൽ മോഷൻ ഉണ്ടാവും. ചെയിനിൽ ലീനിയർ മോഷൻ ഉണ്ടാവും. വീൽസിൽ റൊട്ടേഷണൽ മോഷൻ ഉണ്ടാവും. അപ്പോൾ ഫോഴ്സ് അപ്ലൈഡ് ഇൻ വൺ പ്ലേസ്, ഒരു പ്ലേസിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് വേറൊരു പ്ലേസിലേക്ക് ട്രാൻസ്ഫർ ആവുമെന്നാണ് പറയുന്നത്. ഇനി അടുത്തത് ഗിയേഴ്സ് ആൻഡ് സ്പീഡ്.
അപ്പം ഗിയേഴ്സിൽ എന്തൊക്കെയാണ് പറയേണ്ടത്? ബിഗ് വീലാണെന്നുണ്ടെങ്കിൽ സ്മോളർ വീലിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്ന സ്പീഡ് ഇൻക്രീസ് ആവും. ബിഗ് വീൽ ഉപയോഗിച്ചിട്ട് ഒരു സ്മോളർ വീൽ റൊട്ടേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സ്മോളർ വീൽ റൊട്ടേറ്റ് ചെയ്യുന്ന സ്പീഡ് കൂടും. ഇനി സ്മോളർ വീൽ ഉപയോഗിച്ചിട്ട് നമ്മളൊരു ബിഗ് വീലിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ബിഗ് വീൽ റൊട്ടേറ്റ് ചെയ്യുന്ന സ്പീഡ് കുറയും. അപ്പോൾ ഇതെവിടേക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്? ബൈസിക്കിളിലും വെഹിക്കിൾസിലും മെഷീൻസിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അടുത്തതാണ് ടോയ് ഫാൻ ആക്ടിവിറ്റി. ടോയ് ഫാൻ ആക്ടിവിറ്റിയിൽ നമ്മളൊരു ടോയ് ഫാൻ ഉണ്ടാക്കുന്നുണ്ട്. ടോയ് ഫാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു റോഡും മെറ്റൽ റോഡും ഫാനും സ്ട്രിങ്ങും ഒക്കെ യൂസ് ചെയ്തു എന്ന് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞു അല്ലേ. അപ്പം ഈ റോഡിലും ഫാനിലും സ്ട്രിങ്ങിലൊക്കെ ഏത് ടൈപ്പ് മോഷനാണ് ഉണ്ടാവുന്നത് എന്നാണ് പറയുന്നത്. റോഡിലാണെന്നുണ്ടെങ്കിൽ റൊട്ടേഷണൽ മോഷനാണ്, ഫാനിലാണെങ്കിലും റൊട്ടേഷണൽ മോഷനാണ്, സ്ട്രിങ്ങിലാണെന്നുണ്ടെങ്കിൽ ലീനിയർ മോഷനാണ് ഉണ്ടാവുന്നത്. അടുത്തത് പ്ലേ ഗ്രൗണ്ട് എക്യുപ്മെൻറ്റ് മോഷനാണ് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ സ്വിങ്ങിലാണെന്നുണ്ടെങ്കിൽ ഓസിലേറ്ററി മോഷനാണ്, സീസോ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓസിലേഷനാണ്, സ്ലൈഡറിൽ ലീനിയർ മോഷനാണ്, റൊട്ടേറ്റിംഗ് ഡിസ്കിൽ റൊട്ടേഷണൽ മോഷനാണ്, GN വീലിൽ സർക്കുലർ മോഷനാണ്. അപ്പം ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ്. എല്ലാവരും നന്നായിട്ട് എക്സാമിന് പ്രിപ്പയർ ആവാം.